ഓക്കെ, അപ്പോൾ യൂബോട്ട്സിയുടെ ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വർക്ക് പവർ ആൻഡ് എനർജി. ഈ വർക്ക് പവർ ആൻഡ് എനർജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ഈ കൺസെപ്റ്റുകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വർക്ക് എന്താണെന്ന് നോക്കാം. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ എ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് ഒരു ബോഡി ഈ ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ബോക്സിന് ഞാൻ ഒരു സൈഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. എന്താ പറയുന്നത്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ്. എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്നൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്? ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ. ഓക്കെ, ഒരു ഫോഴ്സ് അവിടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ആ ബോഡിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതിനാണ് വർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ടേബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സ് ഒക്കെ തള്ളുമ്പോൾ അതൊരു വർക്കായി. ഓക്കെ, പക്ഷെ നമ്മളൊരു വാൾ പിടിച്ച് തള്ളുകയാണെങ്കിൽ എന്താ, അത് എങ്ങോട്ടും നീങ്ങുന്നില്ല. സോ ഫിസിക്സിന്റെ ടേംസിൽ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താ, നമ്മൾ പുഷ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് വർക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി ഈ വർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫോഴ്സ് എസ് ആണ് ഡിസ്പ്ലേസ്മെന്റിന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിന് ഇടയിൽ ഒരു ആംഗിൾ, അതിന്റെ ഡയറക്ഷന്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും വിചാരിക്കുക. തീറ്റ എന്ന് പറഞ്ഞിട്ട് ആംഗിൾ ഉണ്ടാവും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വർക്കാണ് എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, ഞാൻ ഒരു ടേബിൾ ഇങ്ങനെ പുഷ് ചെയ്തു, പക്ഷെ ടേബിൾ നേരെ പോയിട്ടില്ല. കുറച്ചൊരു ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടായിട്ടുണ്ട്. സോ ആ വർക്ക് ഡൺ കാണേണ്ടത് ഞാൻ കൊടുത്ത ഫോഴ്സിന്റെ ഡയറക്ഷൻ, പിന്നെ അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ, ആംഗിൾ തീറ്റ. സോ അവിടെയുള്ള വർക്കാണ് എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ. എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് മീറ്ററിലായിരിക്കും ഉണ്ടാവുക, ഫോഴ്സ് ന്യൂട്ടണിലായിരിക്കും ഉണ്ടാവുക. അടുത്ത പിന്നെ ആംഗിൾ ഇത് തീറ്റ. ഓക്കെ, ഈ വർക്കിന്റെ എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, എന്തായാലും നമ്മൾ അവിടെ ഇക്വേഷൻ വരുന്നത് എഫ് എസ് കോസ് തീറ്റ ആയിരുന്നു അല്ലേ. അപ്പോൾ എഫ് ന്യൂട്ടൺ ആണ്, അതുപോലെ എസ് ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ ആണ് എസ് യൂണിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ജൂൾസ് ജെ. ഇതിന്റെ സി ജി എസ് യൂണിറ്റ്, വർക്കിന്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ERJ ആണ്. അതും ഓർത്ത് വെക്കുക. ഓക്കെ, ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. ഓക്കെ, ഇനി പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. പോസിറ്റീവ് വർക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഞാനൊരു ഒബ്ജക്റ്റ് പുഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്ക് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിന് എന്ത് പറയും? പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഈസ് പോസിറ്റീവ് വെൻ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രീസ്. ഓക്കെ, അത് 0 ഡിഗ്രി ആകുമ്പോഴായിരിക്കും എന്തുണ്ടാവുക? വർക്ക് ഡൺ മാക്സിമം ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നെഗറ്റീവ് വർക്ക് എപ്പോഴാണ് ഉണ്ടാവുന്നത്? വർക്ക് ഈസ് നെഗറ്റീവ് വെൻ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഞാനിപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അവിടെ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ആകുമ്പോൾ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ കൊടുക്കുമ്പോൾ കോസ് 180 എന്താ? -1. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൈനസ് ആകും. ഓക്കെ, അതാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഇനി സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സും അതുപോലെ ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഞാൻ ബാഗ് തോളത്തിട്ട് നടക്കുകയാണ്. ബാഗ് തോളത്തിട്ട് നടക്കുമ്പോൾ ഞാൻ ഫോഴ്സ് യൂസ് ചെയ്യുന്നത് മുകളിലേക്കാണ്, പക്ഷെ ഞാൻ നടക്കുന്നത് എങ്ങോട്ടാ? മുന്നിലേക്കാണ്. സോ അവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് മുകളിലേക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് നേരെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. സോ ഇവിടെ ആംഗിൾ വരുന്നത് 90 ഡിഗ്രി വരും. ഓക്കെ, ആ ഒരു കേസിൽ വർക്ക് ഡൺ എഫ് എസ് കോസ് തീറ്റ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കോസ് തീറ്റ കോസ് 90 ആവും. കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. സോ എൻ്റെ വർക്ക് ഡൺ വിൽ ബിക്കം 0. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് നോക്കാം. അടുത്തത് പവർ ആണ്. പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഇറ്റ് ടെൽസ് us ഹൗ ക്വിക്ക്ലി വർക്ക് ഈസ് ബീങ് ഡൺ. അതായത് കുറച്ച് എന്തെങ്കിലും വലിയ ബോക്സസ് ഒക്കെ എടുക്കാണ്ടെന്ന് വിചാരിക്കുക. ഈ ബോക്സസ് എടുക്കുന്ന പവർ കൂടിയിട്ടുള്ള, കുറച്ച് സ്ട്രെങ്ത് കൂടിയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ലേ? കുറച്ച് വീക്കായിട്ടുള്ള ആളാണെങ്കിൽ എന്താ, അപ്പോൾ അവിടെ കുറേ ടൈം എടുക്കും. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താ പവർ എന്ന് പറഞ്ഞാൽ? എന്താ, പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്.
വളരെ പെട്ടെന്ന് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്താ അർത്ഥം, അവിടെ പവർ കൂടുതലാണ്. ഇറ്റ് ടെൽസ് us how quickly work is being done. പവറിന്റെ ഇക്വേഷൻ നോക്കുക, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഈ ഡിനോമിനേറ്ററിലെ ചെറുതാകുമ്പോൾ എന്ത് ചെയ്യും, പവർ കൂടും. ഡിനോമിനേറ്ററിലെ ടൈം കുറേ സമയം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പവർ കുറവാണ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സിൽ റെപ്രസെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയാം. കാരണം എന്താ, വർക്ക് ഡൺ ബൈ ടൈം ആണ്. വർക്ക് ഡണ്ടത് ജൂളാണ് യൂണിറ്റ്, ടൈം നമ്മൾ എസ് യൂണിറ്റിൽ സെക്കൻഡ്സിലാണ് പറയാം. സോ ഇതിന് 2 യൂണിറ്റ് ഉണ്ട്. പവറിന് ഒന്നുകിൽ വാട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയും. ഇനി വേറെ യൂണിറ്റ് വരുന്നത് ഹോഴ്സ് പവർ ആണ്. ഹോഴ്സ് പവർ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട്സ് ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത പവറിന്റെ യൂണിറ്റ് വരുന്നതാണ് കിലോ വാട്ട്. കിലോ വാട്ട് വരുന്നത് 1000 വാട്ട്സ് ചേരുമ്പോഴാണ് കിലോ വാട്ട് ആവുന്നത്. 10⁻³ വാട്ട്സ് ആണ് എന്ത്, 1 കിലോ വാട്ട്സ് വരുന്നത്. കിലോഗ്രാം ഒക്കെ പറയാറില്ല, ഗ്രാം എങ്ങനെ 1000 ഗ്രാംസ് കൂടുമ്പോഴാണ് 1 കിലോഗ്രാം ആവുന്നത്. അതുപോലെ 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ ആവുന്നത്. സോ സെയിം തന്നെയാണ് എന്ത് വരുന്നത്, 1000 വാട്ട്സ് ചേരുമ്പോൾ 1 കിലോ വാട്ട് ആവും. സിമിലർലി 10⁻6 വാട്ട്സ് വരുമ്പോൾ അത് 1 മെഗാവാട്ട് ആവും. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാട്ട്സ് പവറിന്റെ യൂണിറ്റ് ആണെങ്കിലും കിലോ വാട്ട് അവർ ഉണ്ടല്ലോ, കിലോ വാട്ടും മെഗാവാട്ട് വാട്ട്സ് ഒക്കെ പവറിന്റെ യൂണിറ്റ് ആണ്. പക്ഷേ കിലോ വാട്ട് അവർ യൂണിറ്റ് എന്താണ്, എനർജിയുടെ യൂണിറ്റ് ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ് കിലോ വാട്ട് അവർ. ഓക്കെ, അത് മാറിപ്പോകാൻ പാടില്ല. അടുത്തതാണ് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു ഡു വർക്ക്. ഇതിന്റെ യൂണിറ്റും വർക്കിന്റെ യൂണിറ്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ CGS യൂണിറ്റിൽ ERG എന്നുള്ള ഈ ഒരു യൂണിറ്റ് ആണ് എനർജിക്കും അതുപോലെ വർക്കിനും യൂസ് ചെയ്തിരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ വാട്ട്സ് പറഞ്ഞ പോലെ 1 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ജൂൾസ് ആണ്. 1 കിലോ ജൂൾ ഈക്വൽ ടു 10⁻³ ജൂൾസ്. ഇനി ടൈപ്സ് ഓഫ് എനർജി നോക്കാം. എനർജി 2 ടൈപ്പ് ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. അതായത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ½ mv² ആണ്. ഈ m എന്ന് പറയുന്നത് എന്ത് ബോഡിയാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ മാസ് ആണ്. v² എന്ന് പറയുന്നത്, ഇതിൽ v എന്ന് പറയുന്നത് ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മാസ് ആണ്, മറ്റൊന്ന് വെലോസിറ്റി ആണ്, വെലോസിറ്റിയുടെ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. ഇത് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, സ്റ്റേറ്റ്, കോൺഫിഗറേഷൻ ഓർ ഷേപ്പ്. അതായത് ഒരു ഒബ്ജക്റ്റ് നേരെ എർത്ത് സർഫസിൽ, അതായത് നമ്മൾ നിലത്തുള്ള ആ സർഫസിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കില്ല. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ അതൊരു സർട്ടൻ ഹൈറ്റ് എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് മുകളിലാണ് ഈ ഒരു ബോഡി നിൽക്കുന്നതെങ്കിൽ ഇതിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. കാരണം അവിടെ എന്താ, എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ, സ്റ്റേറ്റ്, കോൺഫിഗറേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഏത് പൊസിഷനിൽ പൊസിഷനിൽ നിൽക്കുന്നതനുസരിച്ച് ഈ ഒരു എനർജി മാറും. ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് m×g×h ആണ്. ഇതിൽ m എന്ന് പറയുന്ന മാസ് ആണ്, g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. സോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഈ ബോഡിയുടെ മാസ് മാറുന്നതനുസരിച്ച് എന്താ, പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇപ്പോൾ ഒരു കിലോ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജി അല്ല 5 കിലോ ഒബ്ജക്റ്റ് വെക്കുമ്പോഴത്തേക്കും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും. അതുപോലെ ഹൈറ്റിനനുസരിച്ച് എന്താണ് കൂടും. 1 മീറ്റർ ഹൈറ്റിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ 10 മീറ്റർ ഒക്കെ ഹൈറ്റിൽ വെക്കുമ്പോഴത്തേക്കും അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ P=mgh. ഇതിന്റെ ഇക്വേഷൻ മറക്കരുത്. കൈനറ്റിക് എനർജി ½ mv² ആണ്. അവിടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെലോസിറ്റി അതിൽ ഡിപ്പെൻഡ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ പൊസിഷനും സ്റ്റേറ്റും കോൺഫിഗറേഷനും ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഇക്വേഷൻ എന്താണ്, P=m×g×h. അടുത്തതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് ഈ ഒരു ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതുപോലെ എനർജി നമുക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ കളയാനും പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് പോവുള്ളൂ. ഓക്കെ, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ.
അതായത് ടോട്ടൽ എനർജി ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ലോ ഓഫ് കൺസർവേഷൻ എനർജി ഓർത്ത് വെക്കാം. അടുത്താണ് മാസ് എനർജി റിലേഷൻ, ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കേട്ടിട്ടുണ്ടാവും. എന്താ ഇത്? ഈ നമ്മുടെ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നയിച്ച ഒരു ഇക്വേഷനാണ് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. എന്താ ഐൻസ്റ്റീൻ ഇക്വേഷനിൽ പറയുന്നത്? മാസ് ആൻഡ് എനർജി ആർ ഇൻകൺവേർട്ടിബിൾ ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഐൻസ്റ്റീൻസ് ഫേമസ് ഇക്വേഷൻ. ഇൻകൺവേർട്ടിബിൾ അല്ല, ഇന്റർ കൺവേർട്ടിബിൾ ആണ്, സോറി. ഓക്കെ, ഇ ഈക്വൽ ടു എം സി സ്ക്വയർ. ഇ എന്ന് പറയുന്നത് എനർജിയാണ്, എം മാസ് ആണ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അതായത് സ്മോൾ എമൗണ്ട് ഓഫ് മാസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഈക്വൽ ടു എം സി സ്ക്വയർ ആണ്. അതായത് സ്മോൾ എമൗണ്ട് ഓഫ് മാസ് പോലും സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അതൊരു വലിയൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ വലിയൊരു എനർജി ഇത് തിരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തിരിച്ചും ആപ്ലിക്കബിൾ ആണ്. അതായത് എനർജി എന്തായിട്ടും മാറും? മാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സ് ഓഫ് എനർജി ആണ്. ഇത് ജൂൾ ഈസ് റിലേറ്റീവ്ലി സ്മോൾ യൂണിറ്റ്സോ ലാർജർ യൂണിറ്റ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കിലോ വാട്ട് അവർ. നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ബില്ല് വരുന്നത് കിലോ വാട്ട് അവർ യൂണിറ്റ്സിലായിരിക്കും ഉണ്ടായിരിക്കാം. ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എത്ര ജൂൾസ് ആണ്? 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണ്. ഇതെങ്ങനെ വന്നതെന്ന് നോക്കാം. ഓക്കെ, 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് കിലോ വാട്ട് അവർ വരുമ്പോൾ? ഒരു കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ട്സ് ആണ്. ഓക്കെ, ഇൻറ്റു എത്ര സെക്കൻഡ്സിന്? ടൈമിന് സെക്കൻഡ്സിലേക്ക് മാറ്റി എഴുതാം. ടൈമിൽ 1 അവർ ആണ്. 1 അവർ എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 60 വരും. ദാറ്റ് ഈസ് 3600 ഇൻറ്റു 1000 വരും. 1000 10⁻³ എന്ന് എഴുതി കഴിഞ്ഞാൽ 36 ഇൻറ്റു 10⁻² ഇൻറ്റു 10⁻³ അതെത്ര വരും? 36 ഇൻറ്റു 10⁻⁵. സോ ദാറ്റ് ഈസ് 3.6 ഇൻറ്റു 10⁻⁶ വരും. ഓക്കെ, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണ്. ഇത് ഓർമ്മയില്ലെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതി നോക്കുക. 1 കിലോ വാട്ട് എന്ന് എഴുതുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? വാട്ട്സിലേക്ക് മാറ്റുക, ഹവറിനെ എന്ത് ചെയ്യുക? സെക്കൻഡ്സിലേക്ക് മാറ്റി എഴുതുക. എന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ആൻസർ കിട്ടും. ഇനി കൊമേഴ്ഷ്യലി ഉള്ള മറ്റ് യൂണിറ്റ്സ് നോക്കാം. ഒന്നാണ് ERG, CGS യൂണിറ്റ് ആണ്. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ERG ആണ്. അത് ഇക്വലന്റ് ജൂൾസിൽ 10⁻⁻⁷ ജൂൾസ് ആണ് ഒരു ERG എന്ന് പറയുന്നത്. അതായത് 10⁻⁷ ERG ചേരുമ്പോഴാണ് 1 ജൂൾ ഉണ്ടാവുന്നത്. ഓക്കെ, 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ ERG എന്നും പറയാം. എന്താണ്? 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ ERG. ഇനി കലോറിയിൽ പറയാറുണ്ട് സാധാരണ എനർജി. ഓക്കെ, അത് 4.2 ജൂൾസ് ആണ് 1 കലോറി. കിലോ വാട്ട് അവറിൽ പറയുകയാണെങ്കിൽ 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണ് 1 കിലോ വാട്ട് അവർ. അങ്ങനെ ഇലക്ട്രോൺ വോൾട്ടിൽ പറയുകയാണെങ്കിൽ 1.6 ഇൻറ്റു 10⁻⁻⁹ ജൂൾസ് ആണ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി അടുത്താണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ? എനർജി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളയാനോ പറ്റില്ല, ഇല്ലാതാക്കി കളയാനോ പറ്റില്ല. അതും ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി അടുത്തത് ഇലക്ട്രിക് ബൾബാണ്. ഇലക്ട്രിക് ബൾബ് എന്താ ചെയ്യുക? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ബൾബിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നു. സോ അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് ബേണിംഗ് കോൾ അല്ലെങ്കിൽ ഓയിൽ. ഇതെന്താ ചെയ്യുന്നത്? അത് കെമിക്കൽ എനർജിയാണ്. ഈ കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കും. ഓക്കെ, ഈ ഹീറ്റ് എനർജി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹീറ്റ് എഞ്ചിനിൽ യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. സോളാർ സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. പിന്നെ എന്താ? പ്ലേയിങ് എ സിത്താർ, മെക്കാനിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് വരുന്നു. പിന്നെ മൈക്രോഫോണിൽ എന്താ വരുന്നത്? മൈക്രോഫോണിൽ നമ്മൾ സംസാരിക്കുന്ന മൈക്കിൽ എന്താ ചെയ്യുന്നത്? സൗണ്ട് എനർജിയെ
ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൗഡ് സ്പീക്കർ വരുന്നത്. അതെന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജിയായി കൺവേർട്ട് ചെയ്യും. ഓക്കെ. ബാറ്ററിയിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നതാണ്. അടുത്തതാണ് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോട്ടോ സെല്ല് ചെയ്യുന്നത്, അതായത് ലൈറ്റ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ഫോട്ടോ സെൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അത് നമ്മുടെ ഫോട്ടോ വോൾട്ടൈക് സെല്ല് പോലെ തന്നെ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഡിവൈസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡൈനാമോ പണ്ട് സൈക്കിളൊക്കെ വെക്കാറുണ്ടായിരുന്നു. നമ്മൾ സൈക്കിളിൽ എന്താണ് ലൈറ്റ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അത് ചെയ്യുന്നത് എന്താ? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളും മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.